ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. സെഹിയോൻ ഊട്ടുശാലയിൽ അപ്പവും വീഞ്ഞുമുയർത്തി ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കാൽവരിയിൽ തന്നെ മുറിച്ചു നൽകി അവിടുന്ന് വിശുദ്ധ കുർബാനയിൽ അലിഞ്ഞു ചേർന്നു. ഇന്നും നമ്മുടെ അൾത്താരകളിൽ അവിടുന്ന് കടന്നു വരുന്നു. നമ്മോടുള്ള സ്നേഹത്താൽ നമ്മെ അവൻ കാത്തിരിക്കുന്നു. ദിവ്യകാരുണ്യ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന വ്യക്തികൾ അൾത്താരയിൽ അപ്പത്തിലലിയുന്ന സ്നേഹത്തെ നിരന്തരം ദർശിക്കുവാൻ കൊതിക്കുന്നവരാണ്. ദിവ്യകാരുണ്യത്തിൽ ജീവിതം സമർപ്പിച്ച വ്യക്തികളെ ഈശോ വഴി നയിക്കുന്ന അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ച ഒരു കുടുംബമാണ് ഇത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ മാത്യു ആൻ്റണി, ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ തിരുകൃതയുടെ അംഗമാണ്. ജീവിത പങ്കാളി റോസമ്മ, ഏകമകൾ ക്രിസ്റ്റീന. വീടിന് വെളിയിൽ, ജന്മദേശത്തിന് വെളിയിൽ, കേരളത്തിന് വെളിയിലായി ഏതാണ്ട് 20 വർഷത്തോളം ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശരിയായ പ്രാർത്ഥനാനുഭവമോ കൂദാശ ജീവിതമോ അന്നെനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അതെന്നെ വളരെ ശക്തിയേറിയ ഒരു സ്നേഹബന്ധത്തിലേക്ക് അമ്മയുമായി അടുപ്പിച്ചു. വളരെ പ്രായം ആയതിനു ശേഷമാണ് ഞാൻ റോസമ്മയെ വിവാഹം കഴിക്കുന്നത്. അനുസരിക്കാൻ മാത്രം അറിയുന്ന ജീവിത പങ്കാളി. ഈ 2 വ്യക്തികളും എന്നെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തിയ എൻ്റെ സ്നേഹം നിറഞ്ഞ വ്യക്തികളാണ്. വിദേശത്തെ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ പെട്ടെന്നുണ്ടായ എൻ്റെ ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥകൾ, ആസ്മ എന്ന മാരക രോഗം, ദിനംപ്രതി മരുന്നിൻ ചികിത്സയുമായി ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ടുന്ന അവസ്ഥ. അന്ന് ദൈവം നൽകിയ ധാരാളം സമ്പത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോയി, ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിരന്തരം ചികിത്സയ്ക്കായി ഞങ്ങൾ ധാരാളം പണവും സമയവും ചെലവഴിച്ചു. എന്നാൽ അതൊന്നും കാര്യമായ ഒരു രോഗസൗഖ്യം ജീവിത പങ്കാളിക്ക് നൽകിയില്ല. ക്രിസ്റ്റീനായെ ഗർഭം ധരിച്ചിരുന്ന സമയം കൂടുതൽ മരുന്നുകൾ ശിശുവിന് കേടാകുമെന്നുള്ള കാരണം കൊണ്ട് ജീവിത പങ്കാളി അന്ന് നവീകരണ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ധ്യാനങ്ങൾ കൂടുവാനായി പോയി. ആഴമായ വിശ്വാസത്തോടെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളിയെ ഞാൻ അത്ഭുതത്തോടെ നോക്കി. മരുന്നുകൾ ഇല്ലാതെ മുന്നോട്ട് പോകുവാനുള്ള കുറച്ച് തീരുമാനം, കുറേ കുറവുകളുമായി ദൈവം ഞങ്ങൾക്കൊരു മകളെ തന്നു. എങ്കിലും പതുക്കെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എന്നിലേക്ക് വളരുവാൻ തുടങ്ങി. അതിനെ ഏറ്റവും അധികം സഹായിച്ച 2 അനുഭവങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ വീടിനടുത്തുള്ള കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ ഒരു ചെറിയ മുറിക്കുള്ളിൽ എല്ലാ തിങ്കളാഴ്ചയിലും ഒന്നിച്ചു കൂടുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. അവിടെ എന്നെയും കൊണ്ട് ജീവിത പങ്കാളി പോയി. അവിടെ ആയിരിക്കുമ്പോൾ എല്ലാ തിങ്കളാഴ്ചകളുമുള്ള പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ ഒരു പ്രേക്ഷകനായി എന്നെയും കൂട്ടുവാൻ സിസ്റ്റർ ആഗ്രഹിച്ചു. ഒരു ദിവസം എന്നോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും അവരൊന്നു ചേർന്ന് എന്നെ അനുഗ്രഹിക്കുവാനും ഒരവസരമുണ്ടാക്കി. അപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജെയിൻ കൊട്ടാരം പറഞ്ഞു, അപ്പച്ചനെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്, പകരം ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ദൈവത്തിന് സമ്മാനിക്കണം. അന്ന് വരെ ജീവിതത്തിൽ എൻ്റെ സന്തോഷത്തിന് എനിക്ക് കൂടെ നടന്നിരുന്ന എൻ്റെ ചില ബലഹീനതകളായ മദ്യപാനവും പുകവലിയുമായിരുന്നു. എൻ്റെ സ്വകാര്യ സുഖങ്ങൾ എനിക്ക് തന്നിരുന്ന ഇത് 2ഉം ഈശോയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിച്ചു. പിന്നീട് ഞാൻ ദർശിച്ചത് വിസ്മരണീയമായ
ഒരു സൗഖ്യാനുഭവമായിരുന്നു. 25 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരിക്കൽ പോലും മദ്യപിക്കണമെന്നോ പുകവലിക്കണമെന്നുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായും പലവിധ ചികിത്സകൾ കൊണ്ട് ഈ ദുശീലം മാറ്റുവാൻ ശ്രമിച്ചിട്ട് പലപ്പോഴും പരാജയപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ ധ്യാന മന്ദിരത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ വചനം പങ്കുവച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാം തിരുവചനം, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനയെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബൈബിൾ കാര്യമായി വായിച്ചിട്ടില്ലാത്ത എനിക്ക് ഈ വചനം ഊണിലും ഉറക്കത്തിലും എൻ്റെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് എപ്പോഴും കടന്നു വരുവാൻ തുടങ്ങി. പിന്നെ എവിടെ ഞാൻ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയാലും അവിടെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. എനിക്ക് ഈശോ അന്ന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു ധ്യാനഗുരുവിൻ്റെ പ്രസംഗത്തിൽ ഈ വചനമാണ് ബൈബിളിൻ്റെ സാരസംഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിസ്മയം കൊണ്ടു. കാരണം ഈശോ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയതിന് പകരം എനിക്ക് അന്ന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അവിടുത്തെ തിരുവനന്തപുരം അമൂല്യ നിധിയായിരുന്നു. ഞാനൊരു തീരുമാനം അന്നെടുത്തു, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. എങ്കിലും ബലഹീനതയുടെ കൂടാരമായിരുന്നു ഞാൻ. എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നടന്നു. വീണ്ടും ഞങ്ങളുടെ പള്ളിയിലെ IMSൻ്റെ ഒരു ധ്യാനം നടക്കുമ്പോൾ അന്ന് ഞാൻ സമ്പത്തിന് വേണ്ടി വീണ്ടും പണം കൂട്ടുവാൻ വേണ്ടി അന്ന് ഷെയർ മാർക്കറ്റിൽ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം പെട്ടെന്നൊരു ഷെയർ മാർക്കറ്റിന് തകർച്ചകളുണ്ടായി. ഹർഷത്മയത്തായിട്ടൊരു കാലം. ആ സമയത്ത് ഞാൻ ധാരാളം ഉണ്ടായിരുന്ന ഭൂസ്വത്ത് പോലും വിറ്റ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്ന് പ്രൈമറി മാർക്കറ്റിൽ അപേക്ഷിക്കുന്ന പണത്തിൻ്റെ റീഫണ്ട് പോലും കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ ഞാനും ജീവിത പങ്കാളിയും ഒന്ന് ചേർന്ന് അപേക്ഷിച്ചിരുന്ന 2 ഷെയറുകൾ തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ വളരെയധികം വേദന എനിക്ക് തോന്നി. ഞാൻ പല ബാങ്കുകളിലും ഈ കാര്യത്തിന് വേണ്ടി കയറിയിറങ്ങിയെങ്കിലും എൻ്റെ പണം റീഫണ്ട് കിട്ടിയില്ല. IMSൻ്റെ ധ്യാനത്തിൽ ഞാൻ വാസ്തവത്തിൽ എൻ്റെ സാമ്പത്തിക മേഖല യേശുവിനോട് വീണ്ടും എനിക്ക് ശരിയാക്കി തരണമെന്നുള്ള ആവശ്യമായി പോയിരുന്നു. പക്ഷേ ആ ദിവസങ്ങൾക്ക് ശേഷം 5-ാം ദിവസം ധ്യാനത്തിന് ശേഷം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ട, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഓമക് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റീഫണ്ട് ഓർഡറുകളായിരുന്നു. അത് രണ്ടും വീട്ടിൽ എനിക്ക് വേണ്ടി കാത്തുകിടപ്പുണ്ടായിരുന്നു. ഞാൻ വളരെ ആശ്ചര്യത്തോടെ അതെടുത്ത് ബാങ്കിൽ സമർപ്പിച്ച് എൻ്റെ പണം തിരിച്ചെടുത്തു. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ചത് 1.5 മാസങ്ങൾക്ക് ശേഷം ഓമക് സ്റ്റീലിൻ്റെ കമ്പനിയിൽ നിന്നും എനിക്ക് വീണ്ടും 2 ചെക്കുകൾ അയച്ചു തന്നു. കാരണം അവർ പറഞ്ഞു അവരുടെ അക്കൗണ്ടിൽ ഞങ്ങളുടെ പേരുകൾ ഏതോ കാരണത്താൽ ശരിയായ രീതിയിൽ അവർക്ക് ആഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് അതിനുള്ള പരിശോധന വീണ്ടും അവർ ഞങ്ങൾക്ക് ആ പണം അയച്ചു തന്നു. എങ്കിലും ഞാൻ ആ പണം ബാങ്കിൽ നിന്നൊരിക്കലും സ്വീകരിച്ചില്ല. ആ ചെക്കുകൾ ഞാൻ വർഷങ്ങളോളം ഒരത്ഭുതം പോലെ എൻ്റെ മേശപ്പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എന്നെ തന്നോട് ചേർത്ത് നിൽക്കുവാൻ സ്വർഗത്തിൽ നിന്നും കാണിച്ച ഒരടയാളമായിരുന്നു അതെന്ന്. ഇന്ന് ഞാനത് പൂർണ്ണമായി അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ദിവ്യകാരുണ്യനാഥന് നൽകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. തന്നെ വഴി നയിക്കുന്നത് ഈശോയാണെന്ന് ജീവിതം സാക്ഷി നിർത്തി
ഇദ്ദേഹം പറയുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുവാൻ ഇദ്ദേഹം ശ്രമിക്കാറുണ്ട്. ദിവ്യകാരുണ്യ ഈശോ എന്നിലേക്ക് ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ അനുഭവങ്ങൾ ഒരു പുസ്തക രൂപത്തിലാക്കുവാൻ സ്നേഹത്തിൻ്റെ പരിമളം എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകം കുട്ടികൾക്ക് വേണ്ടി എഴുതുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ഒരിക്കൽ ഒരു സ്കൂളിലെ അകത്തൊരിക്കലായ കുട്ടികൾക്ക് വേണ്ടി ഒരു മോറൽ ക്ലാസ് എടുക്കുവാൻ എന്നെ അതിഥികൾ ക്ഷണിച്ചു. നല്ല സുഖമില്ലാതിരുന്ന അന്ന് രാവിലെ എഴുന്നേറ്റ് ബസ്സിലും ബോട്ടിലും കയറി വേണം പറഞ്ഞ സ്കൂളിലെത്തുവാൻ. മറ്റൊരാൾക്ക് പകരക്കാരനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടത്. മരുന്നുകൾ കഴിച്ച് കിടന്നിരുന്ന എനിക്ക് ഏതോ സമയത്ത് എൻ്റെ മൂത്ത സഹോദരൻ എന്നെ വന്ന് വിളിക്കുന്ന, എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന സ്വരം കേട്ടു. സാധാരണ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3 മണി നേരത്ത് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ സംസാരിച്ച് കുറച്ച് സമയം ഇരിക്കാറുണ്ട്. ആ സമയമായിരിക്കുമെന്ന് ഞാൻ കരുതി. സുഖമില്ലാത്ത എനിക്ക് കുറച്ചുകൂടി ഉറങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വിളി കേട്ടില്ല. വീണ്ടും ശക്തമായിട്ട് എന്നെ പേര് ചൊല്ലി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് താക്കീതോടെ വിളിച്ചു. ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ മുറിയിൽ കനത്ത അന്ധകാരം. ഞാൻ ലൈറ്റിട്ട് നോക്കുമ്പോൾ അത് രാവിലെ 5 മണി സമയമാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ബോധമുണ്ടായത്. എനിക്ക് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ പുറത്തെ സ്കൂളിൽ ബസ്സിലും ബോട്ടിലും യാത്ര ചെല്ലാനാവുകയുള്ളൂ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് സ്കൂളിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ ബോട്ടിറങ്ങുമ്പോൾ അധികാരികൾ എന്നെ വിളിച്ച് ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തി. അവിടെ ധ്യാനം നടക്കുകയാണ്. ഒരു 300 കുട്ടികളുണ്ട് അകത്വരികരായിട്ടുള്ളവർ. അവർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കണമെന്നും അവിടെ ഈശോയെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പരാമർശിക്കേണ്ടെന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും അധികാരികളുടെ ആജ്ഞയ്ക്ക് വിധേയപ്പെട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മദർ തെരേസയെക്കുറിച്ച് ക്ലാസ് ആരംഭിച്ചു. പിന്നീട് ഞാൻ കൂടുതലും അക്രൈസ്തവരും ഹിന്ദുക്കളുമായ കുട്ടികളായിരുന്നതുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ചും വിവേകാനന്ദനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം ക്ലാസ് നടന്നു. പെട്ടെന്ന് ഒരു ടീച്ചർ എനിക്ക് ചായയുമായി വന്നു. ചായ കുടിക്കാനുള്ള സമയത്ത് ഞാൻ കുട്ടികളോട് ആരെങ്കിലും വന്നൊരു പാട്ട് പാടുവാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ചന്ദനക്കുറിയിട്ട ഒരു സുന്ദരി പെൺകുട്ടി എഴുന്നേറ്റ് വന്നു. മറ്റൊരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവൾ നന്നായിട്ട് പാടും, അവളും കൂടി വന്നാൽ ഞാൻ പാട്ട് പാടാം. ഞാൻ ആ കുട്ടിയെയും വിളിച്ചു. മൈക്ക് അവരുടെ കയ്യിൽ കൊടുത്തു. ആ ഒരു കാലഘട്ടം ക്യാമ്പസുകളിലെ സിനിമകൾ ധാരാളമായി തിയേറ്ററിൽ വരുന്ന സമയമാണ്. ധാരാളം സിനിമാ ഗാനങ്ങൾ, മോശമായ അർത്ഥങ്ങളുള്ള ഗാനങ്ങളുണ്ട്. കുട്ടികൾക്ക് ധാരാളം പേർ പാടുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിൽ ഭയപ്പെട്ടു, ഈ കുട്ടികൾ പാടുന്ന പാട്ട് ഈ സമയത്തിന് യോജിച്ചതാകുമോ? ഞാൻ സാവകാശം ദൈവമേ എന്ന് വിളിച്ചവിടെ ഇരുന്നു. ചായ കുടിക്കാൻ തുടങ്ങി. ഈ കുട്ടികൾ പാടുവാൻ തുടങ്ങി. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണ് നീ. ഞാൻ സ്തബ്ധനായിപ്പോയി. ആരോടും ഈശോയെക്കുറിച്ച് പറയേണ്ടെന്ന് പറയുന്ന സ്കൂൾ അധികാരികൾ നിശബ്ദനായി ആരോടും ഈശോയെക്കുറിച്ച് മിണ്ടാതിരുന്ന ഞാൻ ഇതാ അക്രൈസ്തരായി കുട്ടികളിലൂടെ ഈശോ സംസാരിക്കുന്നു. ഈശോ ഒരു മതത്തിന് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഉള്ളതല്ലെന്നും സർവ്വജനപദങ്ങൾക്കും വേണ്ടിയുള്ള ഏക രക്ഷയുടെ നാമമാണെന്നുള്ള തിരിച്ചറിവ് അന്നെനിക്കുണ്ടായി. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലും എവിടെ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലൊരു ബോധ്യം ദൈവം തരും. നീ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും എൻ്റെ മക്കളാണ്, എങ്കിൽ അവർ നിൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. അവരോട് എന്നെക്കുറിച്ച് പറയുക. അത് ഞാൻ തുടങ്ങി. വിസ്മരണീയമായ അനുഭവങ്ങളാണ് പിന്നീടുണ്ടായത്.
തിങ്ങി നിറഞ്ഞ ട്രെയിനിൽ കയറുമ്പോൾ ഒന്നിരിക്കാൻ പോലും സ്ഥലമുണ്ടാവാത്ത അവസ്ഥയിൽ അവരെ സമർപ്പിച്ച് ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ പലരും എഴുന്നേറ്റ് സീറ്റ് തരുന്ന അനുഭവം, സംസാരിക്കുന്ന അനുഭവം, അവിടെയൊക്കെ ഞാൻ അവരോട് ഈശോയെക്കുറിച്ച് പറയും. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ്. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുക, ഈശോ അടുത്ത് പോയി ശാന്തമായിരുന്ന് പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് കുറേ സമയം കൂടി പ്രാർത്ഥിച്ച് മടങ്ങി വരിക. പിന്നീട് എൻ്റെ വേദനകളും രോഗങ്ങളും ഒന്നും എന്നെ തൊടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എത്രയോ വർഷങ്ങളായി കാര്യമായി മരുന്നോ ചികിത്സയോ ഒന്നുമില്ലാതെ ജീവിക്കുവാൻ ദിവ്യവൈദ്യനായ ഈശോ എന്നെ അനുവദിക്കുന്നു. ഈശോ ദിവ്യകാരുണ്യമായി നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഈശോയോട് ചേർന്നിരിക്കുവാൻ, ആ തിരുസന്നിധിയിൽ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് നൽകിയിരുന്ന പാരമ്പര്യം അത് തുടരണമെങ്കിൽ ഈശോയുടെ ആഴമായ സ്നേഹം ഹൃദയത്തിൽ ഈശോ നൽകണം. ഞായറാഴ്ച ഒരനുഷ്ഠാനം പോലെ ബലിയിൽ സംബന്ധിച്ചിരുന്ന എനിക്ക് ദിവസങ്ങളിൽ, സാധാരണ ദിവസങ്ങളിൽ ഈശോ എടുത്ത് പോയിരിക്കുമ്പോൾ കൂടുതലായ സ്നേഹത്തിൻ്റെ അനുഭവം തോന്നാറുണ്ട്. അത് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. ഞായറാഴ്ച കടപ്പെട്ട ദിവസമായതുകൊണ്ട് ഒരു കടമ നിറവേറ്റുവാനുള്ള വ്യഗ്രതയിലാണ് ഞാൻ പോകുന്നത്. എന്നാൽ സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഈശോയുടെ അടുത്തേക്ക് ഇരുന്നത് എൻ്റെ ഉള്ളിൽ എനിക്ക് ഈശോയുള്ള ആഴമായ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, കൂടുതലായി അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഈശോയുടെ അടുത്തേക്ക് ദിവസങ്ങളിൽ നമ്മൾ ബലിയർപ്പിക്കുവാൻ ചെല്ലുന്നതാണ്. ഒരു ദിവസം ദീപാവലിക്ക് ശേഷം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് മടങ്ങുക. മാതാവിൻ്റെ തിരുസ്വരൂപം അൾത്താരയുടെ വലതുവശത്തുണ്ട്. അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി മാതാവിനോട് യാത്ര പറഞ്ഞു പോരുമ്പോൾ പെട്ടെന്ന് ഈശോയുടെ സ്വരം എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി, നീ എൻ്റെ അമ്മയെ കൂടി വീട്ടിലേക്ക് പോകാതെ നീ യാത്ര പറഞ്ഞ് ഇവിടെ പോകുന്നു. അന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് ഇന്ന് നീ അർപ്പിച്ചത്. അവിടെ കുരിശിൻ ചുവട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അമ്മയെ യോഹന്നാന് ഞാൻ നൽകിയത് യോഹന്നാൻ വീട്ടിൽ സ്വീകരിച്ചതായി പറയുന്നു. അതുപോലെ നീയും എൻ്റെ അമ്മയും കൂട്ടി വേണം വീട്ടിലേക്ക് പോകുവാൻ. അതെന്നെ വളരെ വേദനയോടെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇനി ഒരു ദിവസം പോലും ഞാൻ അമ്മയും കൂടാതെ വീട്ടിലേക്ക് മടങ്ങുകയില്ല. അന്ന് മുതൽ ദിവികാരുണ്യ സന്നദ്ധിയിൽ നിന്ന് ഈശോയുടെ അമ്മയെയും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അനുഭവം അന്ന് മുതൽ സമൃദ്ധമായി ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. സൃഷ്ടാവായ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നുവരുന്ന അനുഗ്രഹ നിമിഷമാണ് വിശുദ്ധ കുർബാന. നാവിലലിയുന്ന ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ ആ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും നിരവധി രോഗസൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ദിവ്യകാരുണ്യനാഥൻ ചൊരിഞ്ഞ അനുഭവങ്ങളുണ്ട്. പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യനാഥനായ ഈശോ എനിക്ക് നൽകിയ അത്ഭുതമായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഇനി നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. 2007 ശക്തമായ നടുവേദനയായി ഞാൻ ചികിത്സ ആരംഭിച്ചു. വേദന കുറയാതെ വന്നപ്പോൾ എക്സ്റേയിൽ 2 വലിപ്പമേറിയ കല്ലുകൾ കിഡ്നിയിലുണ്ടെന്ന് കണ്ടെത്തി. ഞങ്ങളുടെ കുടുംബ ഡോക്ടറെ പോലെ പരിചയമുണ്ടായിരുന്ന ഡോക്ടർ നേരത്തെ ചികിത്സയ്ക്കെത്താതിനെക്കുറിച്ച് എന്നെ കുറ്റപ്പെടുത്തി. പിറ്റേ ദിവസം സ്കാനിങ് നടത്തി ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. പിറ്റേ ദിവസം ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് നടക്കാൻ പോലും വളരെ പ്രയാസപ്പെട്ട് ഞാനും കുടുംബവും ദിവ്യകാരുണ്യ ഈശോ അടുത്തേക്ക് പോയി. ഏറ്റവും പുറകിലത്തെ ഒരു ബെഞ്ചിൽ സ്ഥാനം പിടിച്ച ഞാൻ ഈശോയെ സ്വീകരിച്ച്
പരിശുദ്ധകുർബാനയായി എൻ്റെ നാവിലേക്ക് ഈശോ എഴുന്നള്ളി വന്നപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ശക്തമായ എന്തോ വന്ന് പതിക്കുന്ന അനുഭവം എനിക്ക് തോന്നി. ശരീരം മുഴുവനും ഉലയുന്നൊരവസ്ഥ. തിരിച്ചിറങ്ങിയപ്പോൾ നടന്ന ദേവാലയത്തിലേക്ക് പോയ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. നടക്കാൻ പഴയതുപോലെ എനിക്ക് പ്രയാസമില്ല. ഇത് ഞാൻ മകളോടും ജീവിത പങ്കാളിയോടും പങ്കുവെച്ചു. അന്ന് 11 മണിക്ക് സ്കാൻ ചെയ്യാനായി നിയോഗിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് സ്കാൻ ചെയ്തു. റിപ്പോർട്ട് കണ്ടപ്പോൾ കിഡ്നിയിൽ സ്റ്റോണില്ല എന്ന് ഉള്ള ഇതാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അത് വിശ്വാസമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊരു പക്ഷേ സ്കാനിങ്ങുകൾ വന്ന എന്തെങ്കിലും പിഴവായിരിക്കാം. അതിന് പ്രകാരം വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് വീണ്ടും സ്കാനിങ്ങിന് വിധേയനായി. വീണ്ടും ഞങ്ങൾക്ക് ലഭിച്ച സ്കാനിങ് റിപ്പോർട്ടിൽ കിഡ്നിയിൽ ഒരു കല്ല് പോലും ഉള്ളതായി കണ്ടില്ല. ഈ സൗഖ്യം ഞാൻ ഉടനെ തന്നെ ദിവ്യകാരുണ്യ ദേവാലയത്തിലെ സാക്ഷ്യ പെട്ടിയിൽ എഴുതിയിട്ടു. അത് കേട്ട പലരും അത്ഭുതത്തോടെ ഈ കാര്യം വിശ്വസിച്ചു. ഇപ്പോഴും വർഷങ്ങൾ 12ഓളമാകുന്നു ഞാൻ കിഡ്നിക്ക് ഒരു ചികിത്സയും ചെയ്യാതെ സഖ്യത്തോടെ കഴിയുന്നു. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിവസങ്ങളിൽ വീണ്ടും എൻ്റെ ശരീരത്തിൽ ശക്തമായ വേദനയും നടക്കുവാനോ ഞാൻ നിത്യവും കടയിലേക്ക് പോകുന്ന സ്കൂട്ടർ ഓടിക്കുവാനോ കഴിയാത്തൊരവസ്ഥയിൽ കഷ്ടിച്ച് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. അപ്പോൾ ഒരു ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപായി ദിവ്യകാരുണ്യ ഈശോയുടെ ഞാൻ കേണപേക്ഷിച്ചു. ഞങ്ങളുടെ ദേവാലയത്തിലെ നൊവേനയിൽ ഞാൻ സാക്ഷ്യം എഴുതിവിടാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4-ാമത്തെ വെള്ളിയാഴ്ച അത്ഭുതകരമായ ഒരനുഭവത്തിലൂടെ ഞാൻ വീണ്ടും സൗഖ്യം പ്രാപിച്ചു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോ എൻ്റെ ജീവിതത്തിലെ ദിവൈദ്യനായി ഇടപെടുന്ന അനുഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തിയത്. എൻ്റെ ജീവിത പങ്കാളി വർഷങ്ങളായി ആസ്മ രോഗം മൂലം കഷ്ടപ്പെടുകയും ധാരാളം മരുന്നുകൾ കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സാലോം ടെലിവിഷനിലൂടെ വരുന്ന ദിവ്യകാരുണ്യ ആരാധനയും ദിവസേനയുടെ ദിവലിയിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കാര്യമായ മരുന്നുകളൊന്നുമില്ലാതെ സുഖമായി ജീവിക്കുന്നു. കുറവുകളോടെ കഷ്ടിച്ച് 10ാം ക്ലാസ് മാത്രം പാസ്സായ എൻ്റെ മകൾ ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന ബൈബിൾ പകർത്തെഴുത്ത് മത്സരത്തിൽ ചേർന്നു. അത് അവളുടെ ആഗ്രഹമായിരുന്നെങ്കിലും എഴുതുവാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അവൾ തളർന്നു പോകുന്ന അനുഭവം. ഇനി എഴുതി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇടവകയിൽ നിന്ന് 10 പേരോളം ചേർന്നെങ്കിൽ എല്ലാവരും തന്നെ പിൻവലിഞ്ഞു പോയ അവസ്ഥ. എങ്കിലും ദിവ്യകാരുണ്യ ഈശോയുടെ പക്കൽ എല്ലാ ദിവസവും ഞാൻ പോയിരുന്ന് പ്രാർത്ഥിക്കും, മകൾ ഇത് പൂർത്തിയാക്കണം. അങ്ങനെ അവൾക്ക് 2 പ്രാവശ്യം വിശുദ്ധ ബൈബിൾ പുതിയ നിയമം മുഴുവനും മത്തായി മുതൽ വെളിപാട് വരെ എഴുതിയെടുക്കാനുള്ള കൃപ ദിവ്യകാരുണ്യ ഈശോ അവൾക്ക് നൽകി. ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് എൻ്റെ മകൾക്ക് സാധിക്കുന്നൊരു കാര്യമല്ലായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഈശോ അവളെ ശക്തിപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് അവൾ 1 2 പ്രാവശ്യം പുതിയ നിയമം മുഴുവനും മത്തായി മുതൽ വെളിപാട് വരെ എഴുതി പൂർത്തിയാക്കി. അവളുടെ കൈയക്ഷരം വളരെയധികം ഭംഗിയായി തീർന്നു. അതോടൊപ്പം മാനസികമായി അവൾ വ്യഥയനുഭവിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ ബൈബിൾ എഴുതി കഴിഞ്ഞപ്പോൾ മാനസികമായി അവൾ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയായി. ഇപ്പോൾ അവൾ ഗ്രഹജോലികൾ സംബന്ധിച്ച് മിടുക്കിയായി ജീവിതത്തിൽ കഴിയുന്നു. ഇമ്മാനുവേലായി കൂടെ നടക്കുന്ന ഈശോയെ അനുദിനം ദർശിക്കുവാൻ ഈ കുടുംബത്തിന് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയും ഈശോയും മാത്രം കൂട്ടായ ഈ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വർഗത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യെശയ്യാ വഴി അരുളിച്ചെയ്ത ഈശോയുടെ കൂടെ നടക്കുന്ന അനുഭവം, പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെയധികം തകർന്നു പോയൊരവസ്ഥയിൽ എന്നിലും സംഭവിച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. എനിക്ക് ജന്മാവകാശമായി കിട്ടിയ പറമ്പും സ്ഥലവും വിറ്റ് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ട ഒരവസ്ഥ സംജാതമായി. ഞാൻ
മറ്റൊരു വീട്ടിലേക്ക് മാറുന്ന അന്ന് പരിസര കുർബാനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ അന്ന് മറ്റൊരു വാടക വീടിന് അഡ്വാൻസ് കൊടുക്കുവാൻ പോകേണ്ട ദിവസമായിരുന്നു. ഞാൻ നടന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് പെട്ടെന്ന് വീട്ടിൽ നിന്നും കളപ്പുരയ്ക്കൽ പാപ്പച്ചൻ എന്ന വ്യക്തി ഇറങ്ങി വന്ന് എന്നെ വിളിച്ചു. ഞാൻ നിന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്ന് വീട്ടിൽ നിന്ന് മാറുകയാണെന്ന് കേട്ടു, ശരിയാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ വന്നു. അദ്ദേഹം മടങ്ങി വീട്ടിനുള്ളിലേക്ക് പോയി ഒരു താക്കോലും എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ വരിക. അങ്ങനെ കുറച്ചകലെയുള്ള ഒരു പുതിയ വീട് കാണിച്ചു തന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് വേണ്ടി പുതുതായി പണി കഴിച്ച വീടാണ്, ആവശ്യമുള്ള സമയം ഇതിനകത്ത് താമസിക്കാം, അവർ വിദേശത്താണ്. അങ്ങനെ ഒരു വാടക വീട് അടുത്ത് തന്നെ കിട്ടിയതോർത്ത് ഞാൻ ഒരേ സന്തോഷിച്ചു. വാടക എത്രയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല. പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബസമേതം ആ വീട്ടിൽ താമസം ആരംഭിച്ചു. അപ്പോൾ മറ്റൊരു വീടിൻ്റെ പണി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പണി വീണ്ടും ഏകദേശം 1 വർഷത്തോളം നീണ്ടുപോയി. അങ്ങനെ ആ വീട്ടിൽ സ്വന്തം വീട് പോലെ താമസിക്കാനുള്ള സാധ്യത ഞങ്ങൾക്ക് കിട്ടി. ഓരോ മാസവും വാടക ചോദിക്കുമ്പോൾ പിന്നീട് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വീട് മാറുന്ന അന്ന് താക്കോലും വാടകയ്ക്കുള്ള പണവുമായി ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം താക്കോല് വാങ്ങി പണം എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, അപ്പച്ചനെ ഓർത്തല്ല, എൻ്റെ അമ്മാമ്മയെന്ന് വിളിക്കും, അമ്മാമ്മയെ ഓർത്ത് വീട് തന്നതാണ്, 1 പൈസ പോലും വാടക വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു, ദിവ്യകാരുണ്യ ഈശോയുടെ പാദങ്ങൾ പിന്തുടർന്ന് ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ച അമ്മയുടെ സ്നേഹം, ദിവ്യകാരുണ്യ ഈശോ വീണ്ടും ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരവസ്ഥയായിരുന്നു അതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നീട് ഒരിക്കലും ഈശോയിൽ നിന്ന് സ്വീകരിച്ച ഈ ശക്തി എന്നിൽ നിറഞ്ഞപ്പോഴൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങൾ വന്നപ്പോൾ ഒരിക്കലും ഞാൻ ഭയപ്പെട്ടിട്ടില്ല. അതിന് കാരണം ഓരോ സമയത്തും എൻ്റെ പ്രയാസങ്ങളെ മുന്നിൽ കണ്ട് ഓരോരുത്തർ ബന്ധുക്കളായി, എൻ്റെ സുഹൃത്തുക്കളായി പലരും എന്നെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായി വന്നുകൊണ്ടിരുന്നു. എൻ്റെ വീട്ടിലെ ഓരോ ആവശ്യ നേരത്തും ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം സമ്പത്തും ധനവും മറ്റുള്ളവരുടെ എൻ്റെ കരങ്ങളിലേക്ക് വന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഈശോ പറയുന്നു, കാവൽക്കാരനായി നിൻ്റെ കൂടെ വരുന്ന എനിക്ക് നിനക്ക് തരുവാൻ എല്ലാം സാധ്യമാണ്. എൻ്റെ ഈശോയ്ക്കാണ് ഈ ലോകത്തിലെ സർവ്വസമ്പത്തിൻ്റെ ഉടയവനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിസ്സാരമായ പ്രശ്നങ്ങളും വേദനകളും എന്നെ അലട്ടിയിരുന്നൊരു കാലഘട്ടം ഇന്ന് ഞാൻ വളരെയധികം വേദനയോടെ ഓർക്കുന്നു. ഈശോയിൽ പൂർണ്ണമായി സമർപ്പിച്ച ഒരു ജീവിതവും ഒരിക്കലും തകർന്നു പോകത്തില്ല എന്നുള്ള പരിപൂർണ ബോധ്യം ഈശോ, ദിവ്യകാരുണ്യനാഥനായ ഈശോ ഇമ്മാനുവലായി എൻ്റെ കൂടെ നടന്നുകൊണ്ട് എന്നെ ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി.